ഹായ് ഓൾ, ഹോപ്പ് ഓൾ ഓഫ് യു ഡൂയിങ് ഗുഡ്. അപ്പം ഇന്ന് എനിക്ക് പറയാനുള്ളത്, ഈ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നത് ഏത് പ്രൊഫഷണൽ ആയിക്കോട്ടെ, നേഴ്സ് ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ഏത് പ്രൊഫഷണൽസും ആയിക്കോട്ടെ, നമ്മുടെ ഷിഫ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്ന, നമ്മൾ ചിലപ്പം ഷിഫ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റ് ആവും. അത് കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങൾ നോക്കും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലി ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ജോലി ചെയ്യുന്ന നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയും അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയും തന്നെയാണ്. പക്ഷേ അവരോടൊപ്പം ഒരു ഒരു ക്വാളിറ്റി ടൈം നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ എത്ര ജോലി ചെയ്യുന്നിട്ടും അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം സമ്പാദിക്കുന്നു എന്ന് പറയുന്നതിലും യാതൊരു കാര്യമില്ല. അപ്പം ആ ഒരു തിരിച്ചറിവ് എനിക്ക് വന്നപ്പോഴാണ് ഞാൻ അയർലൻഡിലേക്ക് വന്നത്. കാരണം എനിക്ക് എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ മോളോടൊപ്പം ടൈം വേണമെന്ന് ഞാൻ ഉറപ്പിച്ചാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും സ്ഥിതി ഓപ്പോസിറ്റ് ആയപ്പോഴാണ് ഞാൻ ഈ ഒരു ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. കാരണം എനിക്ക് ഒരു കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഒരിക്കലും എൻ്റെ മോളോടൊപ്പം ഇരിക്കാനോ അല്ലെങ്കിൽ അവൾക്ക് അവളുടേതായ രീതിയും കാര്യങ്ങളും കാണും. അപ്പം ആ ഒരു സമയത്തല്ല നമ്മൾ അവരുടെ ഒപ്പം ഇരിക്കേണ്ടത്, ഇപ്പോൾ ഒരു സമയത്താണ് ഇരിക്കേണ്ടത്. അപ്പം ആ ഒരു സമയത്തേക്ക് അപ്പം എൻ്റെ മോളോടൊപ്പം എനിക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ അവൾക്ക് ആവശ്യമാകുമ്പോൾ എപ്പോഴും എൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കാനും ഒക്കെ വേണ്ടിയാണ് ഞാൻ എൻ്റെ ജോലിയോടൊപ്പം തന്നെ ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് സക്സസ് ആയി കൊണ്ടുപോകുന്നത്. അപ്പം നമുക്കെപ്പോഴും നമ്മുടെ മക്കളുടെ ഒപ്പം അല്ലെങ്കിൽ നമുക്കൊരു ക്വാളിറ്റി ടൈം ഫാമിലിയോടൊപ്പം വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു സെക്കൻഡ് സ്ട്രീം ഓഫ് ഏണിങ് അത്യാവശ്യമാണ്. കാരണം എത്രമാത്രം ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്ത് നമ്മളിങ്ങനെ ബേൺ ഔട്ട് ആവും, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ.